ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നൊന്ന് പുറത്തോട്ടിറങ്ങിയാണ് കേട്ടോ. അമ്മയും കാശപ്പനും കൂടെ പതിപോലെ ഫ്രണ്ടിൽ പോയി, ഞാനും ജിഞ്ചും ബാക്കിൽ നടന്നു പോകട്ടോ. അമ്മ ഒരു കറക്കം ഇങ്ങനെ ഇറങ്ങിയേക്കുവാണേ. നല്ല മഴക്കോളുണ്ട്, മഴ എപ്പോൾ വേണേലും പെയ്യാം. മഴയൊന്നും ഞങ്ങൾ ഗവനിക്കാതെ അങ്ങ് ഇറങ്ങിയിരിക്കുക കേട്ടോ. ഇന്നലെ ഉച്ചയ്ക്ക് പോകാമെന്ന് വിചാരിച്ചൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കിന് നല്ല മഴയായിരുന്നു, പിന്നെ അത് ക്യാൻസൽ ചെയ്തു. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോഴേ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളിതേ ബസ് സ്റ്റോപ്പിൽ എത്തി കേട്ടോ. നോക്ക്, നല്ല ഇരുണ്ട് മൂടി കിടക്കുന്ന കണ്ടോ, നല്ല മഴക്കോളാണ് കേട്ടോ. വെയിലില്ലാത്തതുകൊണ്ട് നടന്നു വന്നപ്പോൾ നല്ല സുഖമായിരുന്നു കേട്ടോ. പിന്നെ പത്തനംതിട്ടയിലെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വെയിലായിരുന്നേ. ബസ്സിൽ കയറിയപ്പോഴത്തേന് കേശപ്പൻ്റെ ആ ഒരു മൂടൊക്കെ മാറി കണ്ടോ. ബസ്സിൽ കയറിയാൽ അവന് മൂഡ് മാറും. കാര്യം അവൻ്റെ വിചാരം നമ്മൾ തിരുവനന്തപുരത്തു നിന്ന് ഇത്ര ദൂരത്തു നിന്നൊക്കെ വരുമ്പോഴാണ് ഈ ഛർദ്ദിക്കാനൊക്കെ വരുന്ന ഈ ടെൻഡൻസി. ഇങ്ങനെ അടുത്തൊന്നും പോകുമ്പോൾ അങ്ങനെ വരാറില്ല കേട്ടോ. അവനറിയത്തില്ലല്ലോ നമ്മൾ പത്തനംതിട്ട വരെ പോകുന്നതെന്ന്. അപ്പം ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ ഒരുമാതിരി മൂഡ് ഔട്ടായിട്ട് അങ്ങനെ ഇരിക്കും, ഉറങ്ങാനൊക്കെ അങ്ങ് ശ്രമിക്കും കേട്ടോ. അതേ എൻ്റെ സ്കൂളിൻ്റെ അടുത്തൂടെയാണ് പോയത് കേട്ടോ. അപ്പോൾ സ്കൂളിൻ്റെ അടുത്ത് എത്തിയപ്പോൾ കുറേ ഓർമ്മകൾ. പിന്നെ സ്കൂള് പത്തനംതിട്ട ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ പഠിക്കാൻ പോകുന്ന കാലഘട്ടത്തിലെ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും. ഈ ഒരു റോഡിൽ കൂടെ ഒക്കെ നടന്നതും എല്ലാം ഓർമ്മ വരുമല്ലോ. പിന്നെ ഞങ്ങൾ ആദ്യമേ നേരെ ഫുഡ് കഴിക്കാൻ കയറിയതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നും കൊണ്ടല്ല. ഞങ്ങൾ രാവിലെ ഇന്നൊന്നും കഴിച്ചിട്ടില്ല, വേറൊന്നും കൊണ്ടല്ല. കേശപ്പന് രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും അവന് മുട്ട മതി, പാല് മതി, നൂഡിൽസ് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. പിന്നെ അവിടെ വെച്ച് അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ നൂഡിൽസ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് പിന്നെ പറഞ്ഞ സ്ഥിതിക്ക് രാവിലെ നൂഡിൽസോ മുട്ടയൊക്കെ കഴിച്ച് പാലൊക്കെ കുടിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ച് നേരെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തോട്ട് എത്തി കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ അമ്മ ചോറ് കഴിച്ച്, ഞങ്ങൾ വെജ് ഫ്രൈഡ് റൈസാണ് വാങ്ങിച്ചത് കേട്ടോ. 2 ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ട് കേശപ്പൻ അതിൽ നിന്ന് ഷെയർ ചെയ്യുമായിരുന്നേ. കാര്യം അവന് പ്രത്യേകിച്ച് ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ആക്കുമല്ലോ, അല്ലേ പിന്നെ ഞങ്ങൾ കഴിക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു, സർക്കാരിൻ്റെ. അപ്പം അവിടോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ടിട്ടൊക്കെ പോവാം, എന്തൊക്കെയാണെന്നൊക്കെ നോക്കാമല്ലോ. അപ്പം ഒരു കറക്കവും ആകും, എല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരാൻ മെയിനായിട്ട് കാര്യമെന്ന് വെച്ചാൽ, ഇന്നലെ എൻ്റെ മാമൻ്റെ മോള് വിളിച്ചിട്ട് പറഞ്ഞു അവളുടെ ഓഫീസിൽ നിന്ന് അവൾ ഇവിടെ ഉണ്ട്. അപ്പം വാ ചേച്ചി ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ അവൾ ഇന്നലെ വിളിച്ചു. അപ്പോൾ ഇന്നലെ വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് നേരെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എല്ലായിടത്തുമൊക്കെ കയറി ഒന്ന് കണ്ട് നല്ല രസമുണ്ട് കേട്ടോ. സർക്കാരിൻ്റെ ഓരോ സെക്ഷനിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് നന്നായിട്ടുണ്ട്, ഓരോന്നുണ്ടാക്കി വെച്ചിരിക്കുന്നതും എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് കാണാം നമുക്ക്. പത്തനംതിട്ടയിലോട്ട് എപ്പോൾ വന്നാലും എനിക്ക് ഒരുപാട് ഓർമ്മകളാണ് കേട്ടോ. കാര്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ അധികം ഇരിക്കാറില്ലല്ലോ, വീട്ടിൽ ഉറങ്ങുന്ന ടൈം ആയിരിക്കുമല്ലോ. ബാക്കി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പഠിക്കാൻ വരണയിടത്തും പോകുന്ന വഴി, നടന്നു പോകുന്ന വഴി, ഇതൊക്കെ ഇപ്പം കാണുമ്പോഴത്തേക്കിന് എനിക്ക് ഒത്തിരി എന്തോ പറയുന്നത്, അത് എങ്ങനെയാണ് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും പോകുമ്പോഴൊക്കെ നമുക്കെല്ലാം പഴയ കാര്യങ്ങൾ ഓർമ്മ വരുമല്ലേ. അപ്പം കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, എല്ലാം പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നതല്ലേ. നമ്മൾ ഡെയിലി നേരത്തെ എല്ലാ ദിവസവും നടന്നു പോയി പഠിക്കാൻ പോകണടവും ജോലിക്ക് പോകണടവും ഒക്കെ പോയിരുന്നിട്ട് പെട്ടെന്ന് എല്ലാം ചേഞ്ചായിട്ട് ഇപ്പോൾ വല്ലപ്പോഴും മാത്രം ഇവിടെയൊക്കെ കാണുമ്പോഴത്തേക്കിന് ഭയങ്കര എന്താ പറയുന്നത്, നമ്മൾ പോയ വഴികളുടെയൊക്കെ മാറ്റങ്ങളും എല്ലാം കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു അനുഭവമാണല്ലോ. അതെങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയത്തൊന്നുമില്ല. പിന്നെ
ഇവിടെ വരുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് പഴയ കാര്യങ്ങളായിട്ട് ഓർമ്മയിലോട്ട് അങ്ങ് പോകും ബസ്സിൽ കയറുമ്പോഴത്തേക്കിനെ എന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്തോട്ട് പോകുമ്പോഴത്തേക്കിനും അങ്ങനെ അങ്ങോട്ട് ബസ്സിലിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നത്തില്ല കേട്ടോ. ഈ പത്തനംതിട്ടയിലോട്ട് ബസ്സിലിരിക്കുമ്പോഴാണ് അത്രയും ഓർമ്മകൾ. കാര്യം പത്തനംതിട്ടയിലോട്ട് പോകുന്ന വഴിക്കാണ് കോന്നിയിലാണ് എൻ്റെ സ്കൂളുള്ളത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ആ ഒരു ഓർമ്മകൾ, പത്തനംതിട്ടയിലോട്ട് എത്തുമ്പോഴത്തേക്കിനും അങ്ങനെ എന്തോ പറയണ്ടേ. അപ്പോൾ ദേ ഇവിടുന്ന് എന്തോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ, അമ്മയും ചിഞ്ചുവും കൂടെ. ഒരുപാട് സാധനമൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ മെയിനായിട്ട് മാമൻ്റെ മോൾ അവളിവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അപ്പം എന്താ വാങ്ങിക്കട്ടെ, ഇവിടുന്ന് എന്തോ ഡ്രസ്സെന്ന് വെച്ചാൽ നൈറ്റി എന്തോ വാങ്ങിച്ചു അവൾ കേട്ടോ. അമ്മയ്ക്കോ അച്ചാമ്മയ്ക്കോ എന്തോ നൈറ്റി വാങ്ങിച്ചു. ദേ നിൽക്കണു, ഇവളാണ് ഐറ്റം കേട്ടോ. എൻ്റെ വ്ളോഗിൽ വരണമെന്ന് ഭയങ്കരമായിട്ട് എപ്പോഴും പറയും ഇവൾ കേട്ടോ, എനിക്ക് ചേച്ചിയുടെ വ്ളോഗിൽ വരണമെന്നൊക്കെ പറയും. അപ്പം അവൾ ഓഫീസിൽ നിന്നുള്ള ഇത് നിൽക്കുന്നതുകൊണ്ട് അകത്താണ് കേട്ടോ. ഇത് അവളുടെ ഓൺ പ്രൊഡക്റ്റാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ അവൾ തന്നെ പൊടിച്ച് പാക്ക് ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതേ ബാക്കിയൊക്കെ അവരുടെ ഓഫീസിൽ നിന്നുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ ഇവിടെ കുറേ. അപ്പോൾ ഇതിൽ നിന്ന് ഏതൊക്കെയോ കൃഷിയല്ലല്ലോ ചെടി അമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചിയും മോളും കൂടെ എന്തൊക്കെയോ അകത്ത് നിന്ന് സംസാരിക്കുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വ്ളോഗിലൊക്കെ വരാൻ വേണ്ടിയിട്ടും. എന്തോ പറയുന്നത്, കമൻസൊക്കെ ഇടാറുണ്ട് എൻ്റെ വ്ളോഗിൽ, ശ്രദ്ധിച്ചാൽ മതി. ശ്രീകുട്ടി എന്നൊരു കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിവളായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് വന്നേ. പത്തനംതിട്ട ഞാൻ പറഞ്ഞില്ലേ നല്ല ചൂടാണെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ ചായ കുടിച്ചില്ല, ജ്യൂസൊക്കെയാണ് കുടിച്ചത് കേട്ടോ. അപ്പം അവളും ഇറങ്ങി വന്നതിന് ശേഷം ഞങ്ങൾ ഇരുന്ന് ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോൾ ശ്രീകുട്ടിയായിട്ട് ഭയങ്കര കാര്യമാണ് കശപ്പന് കേട്ടോ. അതാണ് തോളിലൊക്കെ കയറിയിരിക്കുന്നത്. അങ്ങനെ അവളെയും കണ്ട് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പം തന്നെ സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം നല്ല മഴക്കോളും തുടങ്ങി, നല്ല മഴ വരാൻ പോവുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.